OH H രണ്ടാമത്തെ കാർബണില് HOH. ഇത് DNA യുടെ ഷുഗറാണ്. DNA യുടെ ഷുഗറാണ്. ഇതിന്റെ പേരെന്താ? ബീറ്റാ ഡീഓക്സിറൈബോസ്. ഈ രണ്ട് ചിത്രത്തിലും ഈ രണ്ട് സ്ട്രക്ചറിലും നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഏതാ? ഈ രണ്ട് സ്ട്രക്ചറിലും എന്തെങ്കിലും ഡിഫറൻസ് ആണ്? ഏതെങ്കിലും പൊസിഷനിലൊക്കെ ഡിഫറൻസ് ഉള്ളൂ. എത്രാമത്തെ കാർബണിലാണ്? 1 2 3 4. 1 2 3 4 5. എവിടെയാണ് ഡിഫറൻസ് ആണ്? രണ്ടാമത്തെ കാർബണില് ഡിഫറൻസ് ഇല്ല അല്ലേ? രണ്ടാമത്തെ കാർബണിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല അല്ലേ? ഒറ്റ ഓക്സിജൻ ഇവിടെ പോയി. ഡീഓക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓക്സിജൻ റിമൂവ്ഡ് ആയി. ഡീഓക്സി എന്ന് പറഞ്ഞാല് ഒരു ഓക്സിജൻ റിമൂവ്ഡ് ആയി. അപ്പൊ ഈ റൈബോസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഡീഓക്സിറൈബോസ് ഇവിടെ ഒരു ഓക്സിജൻ ഇല്ലാത്ത ഒരു വ്യത്യാസം മാത്രമേ രണ്ട് സ്ട്രക്ചറിലെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയിക് ആസിഡിലുള്ള ആറിന്റെയും ഡിഎൻഎയുടെ ഷുഗർസ് ഏതെല്ലാമാണ്? ആറിനുള്ളതാണ് ബീറ്റാ ഡി റൈബോസ്. ഡിഎൻഎയിലോ ബീറ്റാ ബി2 ഡീഓക്സി റൈബോസ്. ഇത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയിക് ആസിഡിനകത്ത് ബേസസ് ഉണ്ട് അല്ലേ? നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടോ ഈ പേരെടുക്കലും? എഡിറ്റിംഗ് പോകാൻ ടൈമിൽ കേട്ടിട്ടുണ്ടോ? എവിടെ പഠിച്ചേ? സുവോളജി. അപ്പൊ ന്യൂക്ലിയിക് ആസിഡിനകത്തുള്ള ബേസസ് ആരെല്ലാമാണ്? ഡിഎൻഎയിലുള്ള ബേസസ് ആണ് അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഇത് AGCT എന്ന് പറഞ്ഞ കോഡെക്സിന്റെ പഠിപ്പാണ്. ഡിഎൻഎയിലുള്ള ആൾക്കാർ AGCT. അതേപോലെ RNA ആണെങ്കിലോ ഈ മൂന്ന് ആൾക്കാർ സെയിം ആണ്. അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ വരെ സെയിം ആണ്. നാലാമത്തെ ആരാണ്? യുറാസിലാണ്. അപ്പൊ ന്യൂക്ലിയിക് ആസിഡിനകത്ത് ബേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയിക് ആസിഡിന്റെ ടൈപ്സ് ആണ് ഡിഎൻഎയും RNAയും. അപ്പൊ ഡിഎൻഎന്റെ അകത്തുള്ള ബേസസ് ആരെല്ലാമാണ്? RNAന്റെ അകത്തുള്ള ബേസസ് ആരാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഡിഎൻഎയിലുള്ള അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. RNAയിലോ അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ അല്ലേ? ന്യൂക്ലിയിക് ആസിഡ് ആരാണെന്ന് പഠിച്ചേ? ഒരു ഷുഗർ ഉണ്ട്, പിന്നെ ന്യൂക്ലിയിക് ആസിഡുള്ള സാധനങ്ങൾ എന്തെല്ലാം? ഷുഗർ ഉണ്ട്, പിന്നെ നല്ല എഴുതുന്നുണ്ടാകുന്നെങ്കിലും ഷുഗർ ഉണ്ട്, പിന്നെ ആര് വന്നെ? ഈ ബേസസ് എല്ലാം നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഡിഎൻഎയിലും ആർഎൻഎയിലുള്ള ബേസസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് മോളിക്യൂൾ നമുക്ക് പറഞ്ഞൂടെ? അതൊരു ഹെറ്ററോസൈക്ലിക് ആണ്. നൈട്രജൻ കണ്ടെയ്നിങ് ആവുന്നൊരു ഓർഗാനിക് മോളിക്യൂൾ ആണ്. ഈ ഓർഗാനിക് മോളിക്യൂൾ നമുക്ക് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് തിരിക്കാം. ഒന്നാണ് പ്യൂരിൻസും രണ്ടാമത് പിരമിഡിൻസും ആണ്. മനസ്സിലായോ? നമ്മള് നൈട്രജൻ ബേസിനെ തന്നെ ഇപ്പൊ നമ്മള് അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ എല്ലാം പഠിച്ചു. ഇതിന്റെ നമുക്ക് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തില് പ്യൂരിൻസും പിരമിഡിൻസും ആക്കിയിട്ട് അതിനെ തരംതിരിക്കാം. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ടാവും? ഒരു ഡബിൾ റിംഗ് സ്ട്രക്ചർ ഉണ്ടാവും. പ്യൂരിൻസ് എന്ന് പറഞ്ഞാല് രണ്ട് റിംഗ് സ്ട്രക്ചർ ആയിരിക്കും പ്യൂരിൻസ്. പിരമിഡിൻസോ സിംഗിൾ സ്ട്രക്ചർ മാത്രമേ പിരമിഡിൻസിനകത്ത് ഉണ്ടാവുള്ളൂ. പ്യൂരിൻ ബേസസ് എന്ന് പറഞ്ഞാല്
അഡിനിനും ഗ്വാനിനും. നോക്കട്ടെ, രണ്ട് റിംഗ് സ്ട്രക്ചേഴ്സ് ഇല്ലേ? അഡിനിന്റെ സ്ട്രക്ചർ അത് രണ്ട് റിംഗ്സ് ഉണ്ട്, ഗ്വാനിന്റെ അതും രണ്ട് റിംഗ്സ് ഉണ്ട്. നേരെ മറിച്ച് പിരമിഡിൻ ബേസ് ആയിട്ടുള്ള സൈറ്റോസിൻ, തൈമിൻ, യുറാസിൻ ഇതെല്ലാം എന്താണ്? സിംഗിൾ റിംഗ് സ്ട്രക്ചർ മാത്രമേ ഒറ്റ റിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെയോ രണ്ട് റിംഗ്സ് ഉണ്ട്. അപ്പൊ നൈട്രജൻ ബേസ് നമുക്ക് അവരെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പറയാം, ടു റിംഗ്സും പിരമിഡിൻസും പറയാം. ടു റിംഗ്സ് ആരാണ്? അഡിനിനും ഗ്വാനിനും. പിരമിഡിൻസിലോ സൈറ്റോസിൻ, തൈമിൻ, യുറാസിൻ വരുന്ന ടു റിംഗ്സ് പറഞ്ഞാല് രണ്ട് ഡബിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. പിരമിഡിൻസ് പറഞ്ഞാല് സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. അടുത്തത് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ഇതൊരു ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്, ന്യൂക്ലിയോസൈഡിന്റെ സ്ട്രക്ചർ ആണ്. ഇതൊരു ന്യൂക്ലിയോസൈഡ് വെച്ച് കാണുന്ന കാണുന്നുണ്ടാ? ഇതൊരു ന്യൂക്ലിയോസൈഡിന്റെ സ്ട്രക്ചർ ആണ്. 1 dash 2 dash 3 dash 4 dash 5 dash ലേബിളിട്ടുണ്ട്. നമുക്ക് 1 prime 2 prime എന്ന് പറയുന്നവരുണ്ട്. 1 dash 2 dash നമുക്ക് തന്നെ പറയാം. അപ്പം ഈ ഒരു ന്യൂക്ലിക് ആസിഡിന്റെ ഒരു ബേസ് വന്നിട്ട് നേരത്തെ എന്തായത്? ഒരു ഓൾസ് ആണ് ഉണ്ടായത്. അപ്പൊ ഇതാരായിരുന്നു? റൈബോസൈഡ്. നേരത്തെ നിങ്ങള് DNA ആണെന്നെ പഠിച്ചിട്ടില്ലേ? ഇത് ഇവിടെ ഈ ബേസ് അല്ലാണ്ട് ഒരു ഓൾസ് ആണെങ്കിൽ ഇത് റൈബോസിന്റെ സ്ട്രക്ചർ ആണ്. ഇവിടെ ഓൾസ് മറ്റാര് വന്നു? ഒരു ബേസ് വന്നു. ഈ ബേസ് വരുന്ന സമയത്ത് എന്തായി? ഒരു ന്യൂക്ലിയോസൈഡായി. മനസ്സിലാവുന്നുണ്ടാ? ഇവിടെ ഓൾസ് ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു ഓൾസ് ആണെങ്കിൽ ഇതെന്താണ്? റൈബോസിന്റെ സ്ട്രക്ചർ ആണ്. ഇനി അവിടത്തേക്ക് എന്താണ്? ഒരു ബേസ് ആണെന്നാണ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, യുറാസിൻ ഇങ്ങനെ ആരൊക്കെ ഒരാള് ഇവിടെ അറ്റാച്ച് ചെയ്ത് ആരായി? ഇതൊരു ന്യൂക്ലിയോസൈഡായി. ആദ്യം ഷുഗർ മാത്രമായിരുന്നു. റൈബോസ് എന്ന് പറഞ്ഞതൊരു ഷുഗർ ആയിരുന്നു. ഇവിടെ ഒരു ബേസ് വരുമ്പോൾ അഡിനിനോ ഗ്വാനിനോ തൈമിനോ യുറാസിനോ ആരൊക്കെ വരുന്നതായി മാറി? ഒരു ന്യൂക്ലിയോസൈഡായിട്ട് മാറി. ഇനി ഈ ഒരു ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാല് ഈ ഡബിൾ ബോണ്ട് ഇതാണ് ഫോസ്ഫോറിക് ആസിഡിന്റെ സ്ട്രക്ചർ. കാണുന്ന ബാക്കില് ഈ ഡബിൾ ബോണ്ട് ഇതിനകത്ത് ഇവിടുന്ന് ഈ ഒരു ഓൾസിലെ ഈ ഹൈഡ്രജൻ എന്താവും? ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ കൊണ്ട് ഇവിടെ ഈ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ഒരു ബോണ്ട് ഇവിടുന്ന് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഹൈഡ്രജൻ എവിടെയാ പോണെന്ന് വിചാരിക്കും. ഇതെല്ലാം എന്തായി? O- ആക്കി. ഇതെല്ലാം O- ആക്കി. അങ്ങനെ ഇതാണ് എന്താ പറയുന്നത്? ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതൊരു നമ്മുടെ നൈട്രജൻ ബേസിന്റെ കൂടെ ഒരു ഫോസ്ഫോറിക് ആസിഡ് വരുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. ഇത് ആദ്യം ഷുഗർ മാത്രമാണ്. ഷുഗറിന്റെ മുകളിലേക്ക് ഒരു ബേസ് വന്നു കഴിയുന്നത് ന്യൂക്ലിയോസൈഡായി. ഈ ന്യൂക്ലിയോസൈഡിനകത്ത് ഒരു ഫോസ്ഫോറിക് ആസിഡ് വരുന്ന സമയത്ത് എന്തായി മാറും? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. ഫോസ്ഫോറിക് ആസിഡ് വരുമ്പോ ഇതെല്ലാം O- ആവും. ഇവിടുത്തെ ഈ ഹൈഡ്രജൻ ഇത് വളരെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹൈഡ്രജൻ പോകുന്നത് നമ്മുടെ സെല്ലിന്റെ അതൊരു ബേസിക് ആണ്. നമ്മുടെ സെല്ലിന്റെ അതെന്ന് പറഞ്ഞത് ഒരു ബേസിക് ആയിട്ട് ക്ലിയറാണ്. അപ്പൊ ഈ ഹൈഡ്രജൻ എല്ലാം ചെയ്താല് ആ ബേസിലേക്ക് അങ്ങ് യൂസ് ചെയ്ത് പോകണം. ഹൈഡ്രജൻ ഇതെല്ലാം നെഗറ്റീവ് ചാർജസ് വരാം. ഇതെന്തായി മാറും? ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇതൊരു ന്യൂക്ലിയോസൈഡ് ബേസ് മാറുന്നത് ന്യൂക്ലിയോസൈഡ്. ഈ ന്യൂക്ലിയോസൈഡിനകത്തേക്ക് ഒരു ഫോസ്ഫോറിക് ആസിഡ് വരുമ്പോൾ എന്തായി മാറും? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. പിന്നെ ന്യൂക്ലിക് ആസിഡ്സ് പറഞ്ഞാല് കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ഉണ്ടാവുക ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാവുക. കുറെ ന്യൂക്ലിയോടൈഡുകൾ
കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാലാണ് നമുക്കൊരു ന്യൂക്ലിയിക് ആസിഡ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ